Dear trainees, ഗവൺമെൻറ് IT മലമ്പുഴ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ തുടർന്ന് കാണുന്ന ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഞാൻ മൻസൂർ അലി, മലമ്പുഴ ഗവൺമെൻറ് ITയിലെ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ട്രാൻസിസ്റ്ററുകളെ കുറിച്ച് പഠിച്ചു. ആ ക്ലാസ്സുകളിൽ പഠിച്ചത് ട്രാൻസിസ്റ്റർ എന്താണെന്നും അവയുടെ ടെർമിനൽസുകളും അവയുടെ ഘടനയും അവയുടെ ക്യാരക്ടറിസ്റ്റിക്കുമാണ് പഠിച്ചത്. ഇനി ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാൻ വേണ്ട ബയാസിങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അതായത് ട്രാൻസിസ്റ്റർ ബയാസിങ്. ഈ പാഠഭാഗം പഠിക്കുമ്പോൾ ഒരു ട്രെയിനി ചില കാര്യങ്ങൾ നേടിയിരിക്കും. ഒന്നാമതായി, വാട്ട് ആർ ദ റീജിയൻ ഓഫ് ട്രാൻസിസ്റ്റർ ഓപ്പറേഷൻ? ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ഇൻ ദ റീജിയൻ. രണ്ടാമതായി, ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. 3, ട്രാൻസിസ്റ്റർ ബയാസിങ് എന്താണെന്നും. 4, വാട്ട് ആർ ദ മെത്തേഡ് ഓഫ് ട്രാൻസിസ്റ്റർ ബയാസിങ്? ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്യുന്ന മെത്തേഡുകൾ. അടുത്തത്, റീജിയൻ ഓഫ് ഓപ്പറേഷൻ. ഇങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യേണ്ട റീജിയൻ. 1, കട്ട് ഓഫ് റീജിയൻ. 2, സാച്ചുറേഷൻ. 3, ആക്റ്റീവ് റീജിയൻ. 3 റീജിയണിലാണ് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്നാമതായി, കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് റീജിയണിൽ എങ്ങനെ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യും നോക്കാം. ഈ കാണുന്നത് ഒരു കട്ട് ഓഫ് റീജിയൻ്റെ ചിത്രമാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ IC വേഴ്സസ് VCE ഗ്രാഫിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് കാണിച്ചിരിക്കുന്നു. ഒരു ആരോയിൽ ഉപയോഗിച്ച് താഴെ വലതുഭാഗത്ത് താഴെയായിട്ട് കട്ട് ഓഫ് റീജിയൻ മാർക്ക് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നു. ദ പോയിന്റ് വേർ ലോഡ് ലൈൻ ഇന്റർസെക്ട് IB = 0 കർവ് ഈസ് നോൺ ആസ് കട്ട് ഓഫ്. ലോഡ് ലൈനിൽ IB 0 ആയിരിക്കുന്ന സമയത്ത് ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗമാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ആ സമയത്ത് ബേസ് കറന്റ് IB 0 ആയിരിക്കുകയും അപ്പോൾ കലക്ടർ കറൻറ്റ് എന്ന് വളരെ ഒരു കുറഞ്ഞ കലക്ടർ കറൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടുത്തത്, സാച്ചുറേഷൻ. എന്താണ് സാച്ചുറേഷൻ? ചിത്രത്തിൽ കാണുന്നത് ഭാഗം സാച്ചുറേഷൻ ഭാഗം സൂചിപ്പിച്ചിരിക്കുന്നു. അവിടെ സാച്ചുറേറ്റഡ് റീജിയൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ട്രാൻസിസ്റ്റർ ഫുള്ളി ഓൺ എന്ന് കാണിക്കുന്നു. ട്രാൻസിസ്റ്റർ ഓൺ കണ്ടീഷൻ ആയിരിക്കുന്നു. അതായത് ദ പോയിന്റ് വേർ ലോഡ് ലൈൻ ഇന്റർസെക്ട് IB സാച്ചുറേഷൻ കർവ് ഈസ് കോൾഡ് IB സാച്ചുറേറ്റഡ് ആയ ബേസിക് കറന്റ് സാച്ചുറേറ്റഡ് അവസ്ഥയിൽ ആയിരിക്കുമ്പോഴുള്ള പോയിന്റ് ആയിരിക്കും അത്. ആ സമയത്ത് ബേസ് കറന്റ് മാക്സിമം ആയിരിക്കും. തുടർന്ന് കലക്ടർ കറന്റും മാക്സിമം ഇതിലേക്ക് എത്തപ്പെടും. IC സാച്ചുറേഷൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ VCC/RC. അപ്ലൈഡ് വോൾട്ടേജിനെ കലക്ടർ റെസിസ്റ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്തിൽ കിട്ടുന്നു അതിനോട് ഏകദേശം തുല്യമായിരിക്കും. കാരണം IC മാക്സിമം എന്ന് പറയുന്നത് VCC/RC ആണ്. അതിനോട് ഏകദേശം തുല്യമായിരിക്കും സാച്ചുറേഷൻ കണ്ടീഷൻ ഉണ്ടാവുന്ന കറൻറ്റ്. അടുത്ത റീജിയൻ ആണ് ആക്റ്റീവ് റീജിയൻ. എന്താണ് ആക്റ്റീവ് റീജിയൻ എന്ന് നമുക്ക് പരിശോധിക്കാം. ചിത്രത്തിൽ കാണുന്നത് ഒരു കോമണേറ്റർ കോൺഫിഗറേഷൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇതിൽ 3 റീജിയണും മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. The region between cutoff
ആൻഡ് സാച്ചുറേഷൻ ഈസ് നോൺ ആസ് ആക്റ്റീവ് റീജിയൺ. അതായത് കട്ട് ഓഫ് റീജിയൻ്റെയും സാച്ചുറേറ്റഡ് റീജിയൻ്റെയും ഇടയ്ക്കുള്ള ഭാഗമാണ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയൺ എന്ന് പറയുന്നത്. ഇത് മറ്റു റീജിയണിലെ പോലെയല്ല, ഒരു നീണ്ട ഭാഗം ആയിരിക്കും. ചിത്രത്തിൽ ശ്രദ്ധിക്കുക, ആക്റ്റീവ് റീജിയൻ കട്ട് ഓഫിനെയും സാച്ചുറേറ്റിനും ഇടയിലാണെങ്കിൽ പറയുമ്പോൾ മുകളിൽ കാണുന്ന സാച്ചുറേറ്റ് റീജിയനിൽ ട്രാൻസിസ്റ്റർ ഫുള്ളി ഓൺ എന്ന് കാണുന്നു, താഴെ കട്ട് ഓഫ് റീജിയനിൽ ട്രാൻസിസ്റ്റർ ഫുള്ളി ഓഫ് എന്ന് കാണും. ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഭാഗം, ആ ഭാഗത്താണ് എന്ത് ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ഒരു ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ആക്റ്റീവ് റീജിയണിൽ ആയിരിക്കും, അഥവാ ക്യൂ പോയിൻ്റ് ആയിരിക്കും, ആക്റ്റീവ് റീജിയണിൽ ആയിരിക്കും. എന്താണ് ക്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, അഥവാ ഓപ്പറേറ്റിംഗ് പോയിന്റ്, ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന പോയിന്റ്, അഥവാ ക്വിസിയൻ പോയിന്റ് എന്ന് വിളിക്കും. ഈ ക്യൂ പോയിന്റ് ആക്റ്റീവ് റീജിയനിൽ കിടന്നായിരിക്കും ഉണ്ടാവുക. അതായത് എ സി ലോഡ് ലൈൻ വരുന്ന സമയത്ത് ഈ പോയിന്റ് ക്യൂ പോയിന്റ് അതിൽ നിന്നും മാറിയിട്ടുണ്ടാവും. സീറോ സിഗ്നൽ വാല്യൂ ഓഫ് കളക്ടർ കറന്റ് IC ആൻഡ് കളക്ടർ എമിറ്റർ വോൾട്ടേജ് VCE ആർ നോൺ ആസ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. സിഗ്നൽ ഒന്നും ഇല്ലാത്ത സമയത്തുണ്ടാക്കുന്ന കളക്ടർ കറൻറ്റും കളക്ടർ എമിറ്റർ വോൾട്ടേജും തമ്മിലുള്ള ആ പോയിൻ്റാണ് ആക്റ്റീവ് റീജിയനിലെ ക്യൂ പോയിന്റ് അഥവാ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. ഫെയ്ത്ത്, ശരിയായ ആംപ്ലിഫിക്കേഷൻ. എന്താണ് ശരിയായ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് റേസിംഗ് ദ സ്ട്രെങ്ത് ഓഫ് എ വീക്ക് സിഗ്നൽ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഈ ജനറൽ ഷേപ്പ്. ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ തന്നെ ചെറുതിനെ വലുത് ആക്കുക, ചെറിയ സിഗ്നലുകളെ വലിയ സിഗ്നലാക്കുക. ഇവിടെ ചെറുതിനെ വലുതാക്കുമ്പോൾ ഒരു ക്രൈറ്റീരിയ പറയുന്നു, വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് ജനറൽ ഷേപ്പ്. അതിൻ്റെ ജനറൽ ഷേപ്പിൽ സാധാരണ ഉണ്ടാകുന്ന ഷേപ്പിൽ നിന്ന് വ്യത്യാസം വരാതെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തിനെ ഉയർത്തുക എന്നതുള്ളതാണ് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കൊണ്ട് അർത്ഥം ആക്കുന്നത്. ഒരു ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ശരിയാവണമെങ്കിൽ ചില കണ്ടീഷൻസുകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നു, പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറന്റ്. 2, പ്രോപ്പർ മിനിമം ബേസ് എമിറ്റർ വോൾട്ടേജ് VBE അറ്റ് എനി ഇൻസ്റ്റന്റ്. മൂന്നാമതായി പ്രോപ്പർ മിനിമം കളക്ടർ എമിറ്റർ വോൾട്ടേജ് VCE അറ്റ് എനി ഇൻസ്റ്റന്റ്. കളക്ടർ കറന്റ് വേണം. സീറോ സിഗ്നൽ കണ്ടീഷനിലെ കളക്ടർ കറന്റ്, എമിറ്റർ ബേസ് വോൾട്ടേജ്, കളക്ടർ എമിറ്റർ വോൾട്ടേജ്. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ സാധ്യം ആവുകയുള്ളൂ. ഒന്നാമതായി പ്രോപ്പർ സിഗ്നൽ കളക്ടർ കറന്റ്, അതായത് സീറോ സിഗ്നൽ കണ്ടീഷൻ സമയത്ത് കളക്ടർ കറന്റ് എന്താണെന്ന് നോക്കാം. The value of collector current, zero signal collector current should be at least equal to the maximum collector current due to signal alone. സിഗ്നൽ എലോൺ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കളക്ടർ കറന്റ് എങ്കിലും ഉണ്ടാവണം. സിഗ്നലുകളൊന്നുമില്ല ആ സമയത്തുണ്ടാകുന്നത്, അതായത് സീറോ സിഗ്നൽ ഉണ്ടായിരിക്കുന്ന സമയത്ത്. സിഗ്നൽ എലോൺ ആയിരിക്കുന്ന സമയത്ത് മാക്സിമം കളക്ടർ കറന്റ് എത്രയായിരിക്കുമോ അതെങ്കിലും ഉണ്ടാവണം. സീറോ ആയിരിക്കുന്ന സമയത്ത് യാതൊരു സിഗ്നലും കൊടുക്കാത്ത സമയത്ത് അതെങ്കിലും അതിൽ ഫിക്സ് ചെയ്താൽ മാത്രമേ അതിൻ്റെ യാതൊരു കണ്ടീഷനിലേക്ക് വ്യത്യാസം, ജനറൽ ഷേപ്പിലേക്ക് വ്യത്യാസം വരാതെ കാണും. ചിത്രം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കട്ടായിട്ടുള്ള ഒരു ഭാഗം ഷെയ്ഡഡ് പോർഷൻ കാണിച്ചിട്ടുണ്ട്. അത് ശരിയായ കളക്ടർ കറൻറ്റിൽ അല്ലാതെ ബയാസ് ചെയ്ത ചിത്രമാണ് കാണുന്നത്.
അപ്പോൾ അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ശരിയായി ലഭിക്കുകയും തുടർന്ന് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഭാഗം ആംപ്ലിഫൈ ചെയ്യപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നു. അടുത്ത് പ്രോപ്പർ മിനിമം ബേസ് എമിറ്റർ വോൾട്ടേജ് VBE. ഒരു ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ സംഭവിക്കണമെങ്കിൽ ബേസ് എമിറ്റർ വോൾട്ടേജ് ഒരിക്കലും ഒരു സിലിക്കൺ ട്രാൻസിസ്റ്റർ ആവണമെങ്കിൽ 0.7 താഴരുത്. ജെർമേനിയം ആവുമ്പോൾ 0.3 താഴരുത്. ഇന്ന് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ എല്ലാം 0.7 താഴെ സിലിക്കൺ ട്രാൻസിസ്റ്ററാണ്. അതിനാൽ ഒരിക്കലും ബേസ് എമിറ്റർ വോൾട്ടേജ് 0.7 കുറയാൻ പാടുള്ളതല്ല. ഈ കാണുന്നത് ഒരു ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് ആണ് കാണിച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്റർ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കാണുന്നു. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്കിൽ ബേസ് കറൻറ്റും ബേസ് എമിറ്റർ വോൾട്ടേജ് തമ്മിലുള്ള കർവാണ്. ഇവിടെ ട്രാൻസിസ്റ്റർ കണ്ടക്ഷന് ശേഷമുള്ള കർവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബേസ് എമിറ്റർ വോൾട്ടേജ് കിട്ടി 0.7 എത്തുമ്പോഴുള്ള ഭാഗം കാണിച്ചിരിക്കുന്നു. അടുത്ത മൂന്നാമതായി പ്രോപ്പർ മിനിമം കളക്ടർ എമിറ്റർ വോൾട്ടേജ് VCE. ഒരു ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ സംഭവിക്കണമെങ്കിൽ മിനിമം ഒരു വോൾട്ടെങ്കിലും ഉണ്ടായിരിക്കും. തിയറിറ്റിക്കലി നമ്മൾ 1 വോൾട്ട് പറയുകയാണ്. പ്രാക്ടിക്കലി ചിലപ്പോൾ നമ്മൾ അത് ബയാസിങ് കണ്ടീഷൻ അനുസരിച്ച് ഒരു വോൾട്ടിൽ കൂടുതൽ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ്. അത് ജെർമേനിയം ആയാൽ 0.5. കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞ നമ്മൾ കൂടുതലായിട്ടും സിലിക്കണാണ് ഉപയോഗിക്കുന്നത്. തിയറിറ്റിക്കൽ കണ്ടീഷൻ മിനിമം 1 വോൾട്ടെങ്കിലും ഉണ്ടാവും. പ്രാക്ടിക്കൽ കണ്ടീഷൻ ട്രാൻസിസ്റ്റർ സുഗമമായ ബയാസിങ്ങിന് വേണ്ടി എപ്പോഴും ഒരു കലക്ടർ ബേസ് ഭാഗം ശരിയായി റിവേഴ്സ് ബയാസിങ് ലഭിക്കുന്നതിനായി ഇതിനെപ്പോഴും നമ്മൾ 2 വോൾട്ടോളം ഏകദേശം എടുത്ത് ഫിക്സ് ചെയ്യാറുണ്ട്. അടുത്ത ട്രാൻസിസ്റ്റർ ബയാസിങ്. The proper flow of zero signal collector current and maintenance of proper collector emitter voltage during the passage of signal is known as transistor biasing. സിഗ്നൽ പാസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, സിഗ്നൽ കടന്നു പോകുന്ന സമയത്ത് തുടക്കപ്പെടുന്ന സീറോ സിഗ്നൽ കലക്ടർ കറൻറ്റും അത് ശരിയായ രീതിയിൽ കലക്ടർ എമിറ്റർ വോൾട്ടേജും മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്യുക എന്ന് പറഞ്ഞത്. നമ്മൾ ഈ പാഠഭാഗത്തെ പ്രധാന ഭാഗം തന്നെ ഒരു ട്രാൻസിസ്റ്റർ ബയാസിംഗ് ആണ്. ആ ട്രാൻസിസ്റ്റർ ബയാസ് ശരിയായ അല്ലെങ്കിൽ നമ്മൾക്ക് ആംപ്ലിഫിക്കേഷന് വേണ്ടി ശരിയായ രീതിയിലുള്ള ആംപ്ലിഫിക്കേഷൻ നടക്കപ്പെടാതെ പോകുന്നതായിരിക്കും. അടുത്താണ് മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ബയാസിംഗ്. നമുക്ക് കുറേ രീതി ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്യപ്പെടാം. അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 1. ബേസ് റെസിസ്റ്റർ മെത്തേഡ്. 2. എമിറ്റർ ഫീഡ്ബാക്ക് ബയാസ് മെത്തേഡ്. 3. വോൾട്ടേജ് ഡിവൈഡർ മെത്തേഡ്. ഒരു മെത്തേഡ് കൂടിയുണ്ട്. അത് കൂടുതലായിട്ട് നമ്മളുടെ ട്രെയിനികൾക്കുള്ള നിമി പബ്ലിഷ് ചെയ്യപ്പെടുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല കൊണ്ടും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടും അവരുടെ പേര് മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നുള്ളൂ. അതാണ് ബയാസിംഗ് വിത്ത് ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഓർ കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ. 1. ബേസ് റെസിസ്റ്റർ മെത്തേഡ്. ചിത്രം ശ്രദ്ധിക്കുക. ഒരു ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഉപയോഗിച്ച് ഒരു ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്യുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 100 കിലോ ഓം കണക്കിൽ ഒരു ഹൈ വാല്യൂ റെസിസ്റ്റർ സപ്ലൈയുടെ പോസിറ്റീവ് ഭാഗത്തു നിന്നും ട്രാൻസിസ്റ്ററുടെ ബേസിലോട്ട് നൽകപ്പെടുന്ന ബയാസിംഗ് മെത്തേഡാണ് ബേസ് റെസിസ്റ്റർ മെത്തേഡ്. ഇങ്ങനെ ബയാസ് ചെയ്യപ്പെടുമ്പോൾ സീറോ സിഗ്നൽ സമയത്തെ ബേസ് കറൻറ്റും തന്മൂലം
ബീറ്റ ഐ ബി ടൈംസ് ഉള്ള കളക്ടർ കറൻറ്റും ഒഴുക്കുവാൻ സാധിക്കും. ബീറ്റ ടൈംസ് ഐ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഐ സി, കാരണം നമുക്കറിയാം നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഐ സി ഈസിക്കൽ ടു ഐ ബി ഇൻറ്റു ബീറ്റ. അപ്പോൾ ബീറ്റ ടൈംസ് മൾട്ടിപ്പിൾ ചെയ്താലുള്ള ഐ സി ഒഴുക്കുവാൻ സാധിക്കപ്പെടുന്നു. ഈ സർക്യൂട്ടിനെ കുറിച്ച് നമുക്ക് അനാലിസിസ് നടത്താം. അവിടെ ചിത്രത്തിൽ ഒരു ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഉപയോഗിച്ച് ബയാസ് ചെയ്ത ഒരു ട്രാൻസിസ്റ്റർ കാണുന്നു. ട്രാൻസിസ്റ്റർ നമുക്ക് എ ബി ഇ എൻ എന്ന ഭാഗം നോക്കാം. ബേസ് ഭാഗം ഒരു ആർ ബി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബേസ് ഭാഗത്ത് ആർ ബി എന്ന റെസിസ്റ്റർ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആർ ബിയിലൂടെ ഒഴുകപ്പെടുന്ന കറൻറ്റ് ഐ ബി എന്ന ബേസ് കറൻറ്റ് ഒഴുകുന്നു. അപ്പോൾ ഐ ബി ഒഴുകുമ്പോൾ ഐ ബി എന്നത് സീറോ സെൽ കണ്ടീഷൻ ഉണ്ടാവുന്ന കലക്ടർ കറൻറ്റ് ഒഴുകുന്നത് ഐ ബി എന്നത് ഐ സി ബൈ ബീറ്റയാണ്. അപ്പോൾ നമുക്ക് ലൂപ്പായി എ ബി ഇ എൻ എന്ന ലൂപ്പ് പരിഗണിക്കുമ്പോൾ കിർച്ചോഫ് ലോ പ്രകാരം ബി സി സി സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഐ ബി ആർ ബി, അതായത് ഐ ബി ആർ ബി എന്ന് പറയുന്നത് ആർ ബിക്ക് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. ഐ എന്ന് വെച്ചാൽ കറൻറ്റ്, ആർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ്. അതായത് ഐ ബി എന്ന് പറഞ്ഞാൽ ബേസ് കറൻറ്റ്, ആർ ബി ബേസ് റെസിസ്റ്റർ. അപ്പോൾ ഐ ബി ആർ ബി അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് വി ബി ഇ ബേസ് എമിറ്റർ വോൾട്ടേജ്. അതായത് ഐ ബി ആർ ബി എന്ന് പറയുന്നത് വി സി സി മൈനസ് വി ബി ആയിരിക്കും. അപ്പോൾ ആർ ബി എന്ന് പറയുന്നത് വി സി സി മൈനസ് വി ബി ഇ ഡിവൈഡ് ബൈ ഐ ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ബേസ് വാല്യൂ അഥവാ ബേസ് റെസിസ്റ്റർ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റർ മാത്രം കണക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് ബയാസിംഗ് സർക്യൂട്ട് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. രണ്ടാമതായി ബയാസിംഗ് കണ്ടീഷൻ ഈസിയാണ് ആയതിനാൽ അതിൻ്റെ കാൽക്കുലേഷൻ വളരെ ചെറുതാണ്. മാത്രമല്ല ലോഡിംഗ് എഫക്റ്റ് ഓഫ് ദ സോഴ്സ്, അതായത് ഇൻപുട്ടിലേക്ക് സിഗ്നൽ കൊടുക്കുമ്പോൾ ബേസ് ടു എമിറ്റർ ഭാഗം വേറെ റെസിസ്റ്റർ കണക്ട് ചെയ്യാത്തപ്പെടുന്നത് സിഗ്നലിനെ ലോഡ് ചെയ്യുന്നത് വളരെ ഇല്ലായ്മ ചെയ്യുന്നു, ഉണ്ടാവുന്നതല്ല. ഇനി എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജ് നോക്കാം. ദിസ് മെത്തേഡ് പ്രൊവൈഡ് പുവർ സ്റ്റെബിലൈസേഷൻ, വളരെ കുറഞ്ഞ രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടുതലാണ് ഇതിന്. സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടുതലായതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്റ്റെബിലൈസേഷൻ ഉണ്ടാവുന്നുള്ളൂ. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇത് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ആംപ്ലിഫിക്കേഷൻ പർപ്പസിലേക്ക് ബി ബേസ് മെത്തേഡ് ഉപയോഗിക്കാറുള്ളൂ. അടുത്തത് എമിറ്റർ ഫീഡ്ബാക്ക് ബയാസ് മെത്തേഡ്. ബേസ് റെസിസ്റ്റർ മെത്തേഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു മേന്മയുള്ള മെത്തേഡാണ് എമിറ്റർ ഫീഡ്ബാക്ക് മെത്തേഡ്. ചിത്രത്തിൽ ഒരു എമിറ്റർ ഫീഡ്ബാക്കിൻ്റെ സർക്യൂട്ട് കാണപ്പെടുന്നു. ഈ ചിത്രം പരിഗണിക്കുമ്പോൾ ഒരു എമിറ്ററിൽ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ചിത്രം ശ്രദ്ധിക്കുക. ഈ മെത്തേഡ് പ്രകാരം ഒരു ലോ വാല്യൂ റെസിസ്റ്റർ, ഏകദേശം 100 ഓം കണക്കിൽ റെസിസ്റ്റർ എമിറ്ററിന് താഴെ ട്രാൻസിസ്റ്ററിൻ്റെ നെഗറ്റീവിലേക്ക് കുറഞ്ഞ റെസിസ്റ്റർ താഴെ വാല്യൂ 100 ഓം കണക്കിൽ റെസിസ്റ്റർ കണക്ട് ചെയ്തതായിരിക്കും കാണുന്നു. This biasing compensates variation in beta and keeps Q point stable. അതായത് ബീറ്റ വേരി ചെയ്യുമ്പോൾ Q പോയിന്റ് അഥവാ ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റേബിൾ ആക്കാൻ ഈ ബയാസിംഗ് സഹായിക്കുന്നു. അതെന്ന് വെച്ചാൽ ഏതെങ്കിലും കാരണവശാൽ നമ്മൾക്ക് ബീറ്റ വ്യത്യാസം വരികയാണെങ്കിൽ കളക്ടർ കറൻറ്റ് കൂടും. കാരണം നമുക്കറിയാം ഐ ബി ഇൻറ്റു ബീറ്റ ഇസിക്കൽ ടു ഐ സി ആണ്. അപ്പോൾ ബീറ്റ വർദ്ധിക്കുകയാണെങ്കിൽ തന്മൂലം ഐ എസ് സി കൂടും, കളക്ടർ കറൻറ്റ് കൂടും. അപ്പോൾ കളക്ടർ കറൻറ്റ്
കൂടുമ്പോൾ എമിറ്ററിലെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. കാരണം വെച്ചാൽ നമുക്കറിയുന്നു ഐ സി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ. കാരണം ഒരു ട്രാൻസിസ്റ്ററിലെ ഏറ്റവും വലിയ കറണ്ടാണ് ഐ. പിന്നെ അതിനേക്കാൾ കുറച്ച് മാത്രമേ കുറയുന്നുള്ളൂ ഐ സി. അപ്പോൾ നമുക്ക് ചുരുക്കി പറയാം ഐ സി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ, ഏകദേശം തുല്യമാണ്. അപ്പോൾ നമുക്ക് ഐ സിയെയും ഐ എയും തുല്യമായി എടുക്കുമ്പോൾ ആ എമിറ്റർ ഡ്രോപ്പ് അഥവാ എമിറ്റർ വോൾട്ടേജ് കൂടുന്നു. അങ്ങനെ കൂടപ്പെട്ട എമിറ്റർ വോൾട്ടേജ് എമിറ്റർ വോൾട്ടേജിനെ കുറയ്ക്കുന്നു. തന്മൂലം എമിറ്റർ ബേസ് ജംഗ്ഷൻ കുറയപ്പെടുന്നു. എമിറ്റർ വോൾട്ടേജ് കൂടുമ്പോൾ നമുക്ക് എമിറ്റർ ബേസ് ജംഗ്ഷൻ വി ബി ഇ കുറയപ്പെടും. അങ്ങനെ വി ബി ഇ കുറയുമ്പോൾ ബേസ് കറൻറ്റ് കുറയും. നമുക്കറിയാം ബേസ് കറൻറ്റ് കുറഞ്ഞാൽ തന്നെ ബേസ് കറൻറ്റ് ഗുണനം ബീറ്റ സമം ഐ സി ആവും. തന്മൂലം ഐ സി കുറയപ്പെടും. ഇതാണ് ഒരു എമിറ്റർ ഫീഡ്ബാക്കിൽ നിന്ന്. അപ്പോൾ ഒരു കുറഞ്ഞ നേരത്തെ ഉള്ള ബയാസിങ്ങിനെ അപേക്ഷിച്ച് ഒരു സ്റ്റെബിലിറ്റി കൂടുന്നു. ഈ സർക്യൂട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. കിർച്ചോഫ് ലോ പ്രകാരം ഇവിടെ വോൾട്ടേജ് അറൗണ്ട് ദി കലക്ടർ ലൂപ്പ്, കലക്ടർ ഭാഗത്തുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്, അവിടുത്തെ ലൂപ്പ് ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. എഫ് ഇ സി ഡി ഭാഗം വി സി സി സമം ഐ സി ആർ സി, ക്ഷമിക്കണം, വി സി സി മൈനസ് ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഇ ആർ ഇ സമം 0 ആകുന്നു. അതായത് ഐ സിയും ഐ ഇയും തുല്യമായി പരിഗണിക്കുകയാണെങ്കിൽ ഐ സി സമം വി സി ഇ മൈനസ് വി സി ഇ ഹരിക്കണം ആർ സി പ്ലസ് ആർ ഇ. ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതുന്ന സമയത്ത് ഈ രൂപത്തിൽ ലഭിക്കുന്നു. ഐ സി സമം വി സി സി മൈനസ് വി സി ഇ ഡിവൈഡ് ബൈ ആർ സി പ്ലസ് ആർ ഇ. ഇനി ബേസ് ഭാഗത്തെ പരിഗണിക്കുകയാണെങ്കിൽ എ ബി സി ഡി എന്ന ലൂപ്പിനെ പരിഗണിക്കുകയാണെങ്കിൽ ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ പ്ലസ് ഐ ഇ ആർ ഇ മൈനസ് വി സി ഇ സി സമം 0 ആകുന്നു. നമുക്ക് ഈ ഇക്വേഷനെ ഐ ബി എന്നുള്ളതിന് പകരം ഐ സി ബൈ ബീറ്റ, ഐക്ക് പകരം ഐ സി എന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ ഇവിടേക്ക് ഈ ഇക്വേഷൻ നമുക്ക് വി സി സി മൈനസ് വി ബി ഇ ഡിവൈഡ് ബൈ ആർ ഇ പ്ലസ് ആർ ബി ബൈ ബീറ്റ ഇസിക്കൽ ടു ഐ സി എന്ന് ലഭിക്കുന്നു. ഐ സി എന്ന് പറയുന്നത് ഇ സി സി മൈനസ് വി ബി ഇ ഡിവൈഡ് ബൈ ആർ ഇ പ്ലസ് ആർ ബി ഡിവൈഡ് ബൈ ബീറ്റ. നമുക്ക് അതായത് ഐ ബി എന്ന് പറയുന്നത് ഐ സി ബൈ ബീറ്റ എന്ന് മാറ്റി എഴുതപ്പെടണം. ഐ ഈസിക്കൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ സി ആകുമ്പോൾ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കലക്ടർ കറണ്ട് ഐ സി ആയി പറഞ്ഞാണ് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കലക്ടർ കറണ്ട് എന്ന് പറയുന്നത് വി സി സി ബൈ വി ബി ഇ ഡിവൈഡ് ബൈ ആർ ഇ പ്ലസ് ആർ ബി ബൈ ബീറ്റ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത് ദ സർക്യൂട്ട് പ്രൊവൈഡ് സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് വാല്യൂ. നല്ല ഒരു ഓപ്പറേറ്റിംഗ് വാല്യൂ, നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടപ്പെടുന്നു. നേരത്തെ അപേക്ഷിച്ച് ബേസ് റെസ്റ്റ് മെത്തേഡിനേക്കാളും നല്ലൊരു സ്റ്റേബിൾ ഫാക്ടർ കിട്ടുന്നു. ഇതിൽ സ്റ്റെബിലിറ്റി കൂടും. സ്റ്റെബിലിറ്റി കൂടുന്നതൊക്കെ പറഞ്ഞു. ഇനി അടുത്ത മെത്തേഡാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് മെത്തേഡ്. ഇത് മറ്റു 2 മെത്തേഡുകളെ അപേക്ഷിച്ച് ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ബയാസ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിനെ യൂണിവേഴ്സൽ ബയാസ് മെത്തേഡ് എന്ന് വിളിക്കുന്നു. യൂണിവേഴ്സൽ പറഞ്ഞാൽ ആഗോളത്തിൽ ഉപയോഗിക്കുന്നതിനർത്ഥം യൂണിവേഴ്സൽ ബയാസ് മെത്തേഡ് എന്ന് ഉപയോഗിക്കും. ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് മെത്തേഡാണ് ഈ ബയാസിംഗ് മെത്തേഡിൻ്റെ പേര്. വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്യപ്പെടുക. ഇവിടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി 2 റെസിസ്റ്റർ ഉപയോഗിക്കുന്നു, R1 R2. മൂന്നാമതായി ഉപയോഗിക്കപ്പെടുന്ന റെസിസ്റ്ററാണ്
RE ഒരു സ്റ്റെബിലൈസേഷന് വേണ്ടിയും ഉപയോഗിക്കുന്നു. RC കലക്ടർ റെസിസ്റ്ററായിട്ട്. അങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പോൾ ദ വോൾട്ടേജ് അക്രോസ് R2 ഫോർവേഡ് ബയാസ് ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ. R2 അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ബേസ് കറന്റ് ഒഴുകപ്പെടും. തന്മൂലം കലക്ടർ കറന്റും ഒഴുകുന്നു. അപ്പോൾ സീറോ കലക്ടർ കറന്റ് കിട്ടാൻ ഭാഗത്ത് നമുക്ക് R1 R2 എന്ന റെസിസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ഇത് വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്ത രീതിയിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു എമിറ്റർ റെസിസ്റ്റർ, ഒരു കുറഞ്ഞ വാല്യൂ ഉള്ള എമിറ്റർ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് ഈ ബയാസിങ് കണ്ടീഷൻ നല്ലൊരു സ്റ്റെബിലൈസേഷൻ നൽകപ്പെടുന്നു. ഈ സർക്യൂട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ R1 ഈസ് I1. R1 എന്ന റെസിസ്റ്ററിൽ കൂടി ഒഴുകപ്പെടുന്ന കറന്റ് I1 ആണ്. ചിത്രം ശ്രദ്ധിക്കുക. സപ്ലൈയിൽ സീരീസ് ആയിട്ട് VCCയിൽ കൊടുക്കപ്പെട്ട R1 എന്ന റെസിസ്റ്റർ, ബേസിലോട്ട് കൊടുത്ത റെസിസ്റ്റർ R1, അതിലൂടെ നമുക്ക് I1 എന്ന കറന്റ് ഒഴുകപ്പെടും. ബേസ് കറന്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കറന്റാണ്. ബേസ് കറന്റ് വളരെ കുറഞ്ഞ മൈക്രോ ആമ്പിയർ കണക്കിലുള്ള ബേസ് കറന്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ബേസ് കറന്റ് വളരെ കുറഞ്ഞ ആവുമ്പോൾ സമയത്ത് R2 കറന്റ് നമുക്ക് I1 പരിഗണിക്കാം. കാരണം ബേസിലൂടെ നമുക്ക് ചെറിയ കറന്റ് ഒഴുകപ്പെടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വേഷൻ പറയുന്നു, I1 സമം VCC ബൈ R1 പ്ലസ് R2. ബേസ് സൈഡിലുള്ള ഭാഗം ശ്രദ്ധിക്കുക. സർക്യൂട്ട് നോക്കാം. ബേസിലെ ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ VCC ബൈ R1 പ്ലസ് R2, I1 എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2ലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VCC ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു R2. കാരണം VCC ബൈ R1 പ്ലസ് R2 പറഞ്ഞാൽ അവിടുത്തെ കറന്റ് കിട്ടി. വീണ്ടും R2 കൊണ്ട് ഗുണിക്കുമ്പോൾ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കിട്ടപ്പെടുന്നു. ഇവിടെ നമ്മൾക്ക് വോൾട്ടേജിലോ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ V2, അതായത് R2 അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് സമം VBE പ്ലസ് VE ആവുന്നു. ബേസ് എമിറ്റർ വോൾട്ടേജും ബേസ് റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജിൻ്റെയും തുക ആകുന്നു. V2 സമം VBE പ്ലസ് IERE, ബേസിലൂടെയുള്ള എമിറ്ററിലൂടെയുള്ള കറന്റ് ഗുണനം എമിറ്റർ റെസിസ്റ്റർ, അതാണ് IERE എന്ന് തിരിച്ചെഴുതിയിരിക്കുന്നത്. അപ്പോൾ എമിറ്റർ കറന്റ് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചെഴുതുകയാണെങ്കിൽ V2 മൈനസ് VBE ഹരിക്കണം R, എമിറ്റർ റെസിസ്റ്ററാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കലക്ടർ കറൻറ്റും എമിറ്റർ കറൻറ്റും തുല്യമായി പരിഗണിക്കുകയാണെങ്കിൽ IC കലക്ടർ കറൻറ്റ് എന്ന് പറയുന്നത് V2 മൈനസ് VBE ഡിവൈഡ് ബൈ RE ആയിരിക്കും. നമുക്കിത് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ IC ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ബീറ്റ, അതായത് കലക്ടർ കറൻറ്റ് ബീറ്റയെ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അഥവാ ഇൻഡിപെൻഡൻ്റ്, സ്വതന്ത്രമാണ്. ആയതിനാൽ പ്രാക്ടിക്കൽ പർപ്പസിനായി VBE, ബട്ട് ഇൻ പ്രാക്ടീസ് V2 VE എന്ന് പറയുന്നത് V2വിനേക്കാളും ചെറുതുമാണ്. അതിനാൽ VBE ഇൻഡിപെൻഡൻ്റ് ഓഫ് VBE, ബേസ് എമിറ്റർ വോൾട്ടേജ് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആണ്. പരിശോധിച്ച് നോക്കാം. കലക്ടർ എമിറ്റർ വോൾട്ടേജ്, ഇവിടെ നമുക്ക് കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കലക്ടർ ഭാഗം ശ്രദ്ധിക്കുക. അവിടെ ചിത്രത്തിൽ കാണുന്ന കലക്ടർ ഭാഗം വോൾട്ടേജ് ശ്രദ്ധിക്കാം. റൈറ്റ് സൈഡ് ഭാഗം, വലത് ഭാഗം RC എന്ന റെസിസ്റ്ററും RE എന്ന റെസിസ്റ്ററും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു.
VCC സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ICRC എന്ന് പറഞ്ഞാൽ RCക്ക് അക്രോസ് ഉണ്ടാവുന്ന ഡ്രോപ്പ് പ്ലസ് കളക്ടർ എമിറ്റർ വോൾട്ടേജ് പ്ലസ് IERE എന്ന് പറഞ്ഞാൽ എമിറ്റർ റെസിസ്റ്റർ അക്രോസ് ഉണ്ടാവുന്ന ഡ്രോപ്പ്. അതായത് ICRC പ്ലസ് VCE പ്ലസ് ICRE. നമ്മൾ IE മാറ്റി IC എന്ന് എഴുതി, കാരണം നമുക്കറിയുന്ന IEയും ICയും ഏകദേശം തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ICയെ ഒരു കോമൺ ഫാക്ടറായി പരിഗണിക്കുമ്പോൾ IC ഗുണനം RC പ്ലസ് RE പ്ലസ് VCE. ആയതിനാൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് VCC മൈനസ് IC ഗുണനം RC പ്ലസ് RE. ഇങ്ങനെ നമുക്ക് കളക്ടർ എമിറ്റർ വോൾട്ടേജ് ലഭിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു V2യുടെ കാര്യം പറഞ്ഞു. V2 ആണ്, അഥവാ റെസിസ്റ്റർ R2 ആണ് ഇതിനെ ഇങ്ങനെ ഈ ഭാഗമാണ് ആ V2 എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു RE ഒരു സ്റ്റെബിലൈസേഷൻ ഫാക്ടറിന് വേണ്ടി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഉള്ള ഒരു റെസിസ്റ്റർ കൂടി, സ്റ്റെബിലൈസേഷന് വേണ്ടിയുള്ള റെസിസ്റ്റർ എന്ന് പറഞ്ഞു. അതെങ്ങനെ കിട്ടും നോക്കാം. സപ്പോസ് കളക്ടർ കറന്റ് ഇൻക്രീസ്, ഏതെങ്കിലും കാരണവശാൽ സപ്ലൈ കറന്റ് വല്ല ടെമ്പറേച്ചർ കൊണ്ടോ ഇനി വേരിയേഷൻസ് കളക്ടർ കറന്റ് വർദ്ധിക്കുകയാണെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എമിറ്റർ റെസിസ്റ്റർ ഇൻക്രീസ്, എമിറ്റർ റെസിസ്റ്റർ അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജും കൂടും. കാരണം വെച്ചാൽ കളക്ടർ കറന്റ് കൂടുമ്പോൾ അതേപടി നമുക്ക് എമിറ്റ് കറന്റും കൂടാൻ കഴിയും, കാരണം രണ്ടും തുല്യമാണ്. ആയതുകൊണ്ട് R2 എന്ന് പറയുന്നത് വോൾട്ടേജ് നമുക്ക് അറിയാം R2 ഭാഗം കോൺസ്റ്റൻ്റ് ആണ്. R2 അക്രോസ് ഉള്ള വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, അതായത് ഇൻഡിപെൻഡൻ്റ് മറ്റൊരു ബാധിക്കുന്നില്ല. ഇവിടെ IR എന്ന വോൾട്ടേജ് കൂടുമ്പോൾ VBE ആണ് കുറയപ്പെടുന്നത്. കാരണം കിർച്ചോഫ് വോൾട്ടേജ് ലോ പ്രകാരം V2 = VBE പ്ലസ് ICRE. ആയതിനാൽ നമ്മൾ IRE എന്ന ഡ്രോപ്പ് കൂടിയാൽ ബേസ് എമിറ്റർ വോൾട്ടേജ് കുറയുന്നതായിരിക്കും. ബേസ് എമിറ്റർ വോൾട്ടേജ് കുറയുമ്പോൾ തന്മൂലം കളക്ടർ കറന്റ് കുറയും. അതായത് കുറയും എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കൂടിയ കളക്ടർ കറന്റ് എന്തെങ്കിലും കാരണങ്ങൾ കൂടിയാണെങ്കിൽ അത് ഒറിജിനൽ വാല്യൂയിലേക്ക് കൊണ്ട് എത്തിക്കപ്പെടുന്നു. അങ്ങനെ നമുക്കൊരു സ്റ്റെബിലൈസേഷൻ സാധ്യമാകുന്നു. ഇവിടെ സ്റ്റെബിലൈസേഷനുള്ള റെസിസ്റ്ററാണ് എമിറ്റർ റെസിസ്റ്റർ RE. നമ്മളെല്ലാ മെത്തേഡുകളെ കുറിച്ചും ചർച്ച ചെയ്തു. ഈ മെത്തേഡുകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ പാഠഭാഗത്തെ വേണ്ടി ആസ്പദമാക്കാൻ വേണ്ടി ഞാൻ റെഫർ ചെയ്ത പുസ്തകങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിൽ തന്നെ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാവുന്ന വോള്യം 1 രണ്ടാമത്തെ പുസ്തകം VK മേത്തയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോണിക്സ്, RS സേതയുടെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ്. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഒരിക്കലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രവുമല്ല ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇവ ചെയ്താൽ മാത്രമേ തുടർന്ന് ഈ ചാനലിൽ നിന്നുള്ള നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.